അക്യുപഞ്ചർ ആൻഡ് ഹിജാമ ചികിത്സ. ഈ മേഖലയിൽ വളരെ പ്രചാരമുള്ള ഒരു സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന റിലാക്സ് അക്വാപഞ്ചർ ആൻഡ് ഹിജാമ സെൻറ്റർ. അവിടുത്തെ പ്രമുഖ അക്വാപഞ്ചറിസ്റ്റും ഹീലറുമായ ശ്രീ മുഹമ്മദ് അഷ്റഫാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സർ, നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ അക്യുപഞ്ചർ, എന്താണ് ഈ ഹിജാമ? അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഇന്നത്തെ ലോകത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അത്ഭുതാവഹമായ വളർച്ച സാധിച്ചെടുത്ത ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ചൈനീസ് അക്യുപഞ്ചർ എന്ന നിലയിലാണ് ഇത് ലോകരുടെ ഇടയിൽ പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്ഭുതകരമായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വെരി വെരി മിറാക്കുളസ് എന്ന് തന്നെ പറയണം. കാരണം മരുന്നില്ലാതെ എങ്ങനെ ഒരു രോഗം മാറും? ഇവിടെ നമ്മൾക്ക് 80-85% രോഗങ്ങളും ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസാണ്. മരുന്ന് വേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. മരുന്നാണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് കൊടുത്താലും രോഗം മാറ്റാൻ സാധിക്കും. ഇങ്ങനത്തെ ഒന്നും കൊടുക്കാതെ തന്നെ ശരീരത്തിൻ്റെ തന്നെ അവസ്ഥയിൽ മാറ്റം വരുത്തി ആ ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മർദ്ദം ചെലുത്തിയോ സൂചി ചെയ്തോ ആ രോഗത്തിനെ തന്നെ ഇല്ലാതാക്കുന്നതോടൊപ്പം ഈ ശരീരത്തിനെ പൂർവാധികം ഒരു ഉന്മേഷത്തിലേക്ക് കൊണ്ടുവരികയും രോഗപ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിക്കുക വഴി ഈ രോഗമെന്നല്ല, അയാൾക്ക് അതിന് മുമ്പ് എന്തൊക്കെ രോഗം ഉണ്ടായിരുന്നോ അതൊക്കെ ഒരേ സമയത്തിൽ തന്നെ ചികിത്സിച്ച് മാറ്റാനും സാധിക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന നിലയിലാണ് അക്യുപഞ്ചറിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പഴക്കമുള്ള ചികിത്സാ രീതി ഉൾപ്പെടെ. എങ്ങനെ പഴക്കമുള്ള ഉദ്ദേശം? പഴക്കമുള്ള രോഗങ്ങൾ ഉൾപ്പെടെ. എത്ര മാരക രോഗമാവട്ടെ, ക്യാൻസർ ആവട്ടെ, എന്ത് രോഗമാവട്ടെ, യഥാർത്ഥത്തിൽ ഒരു അക്യുപഞ്ചറിസ്റ്റ് ഒരു രോഗത്തെ ചികിത്സിക്കുന്നില്ല. അക്യുപഞ്ചറിസ്റ്റ് അയാളുടെ ബാലൻസിനെ, ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനത്തിനെ ശരിപ്പെടുത്തുക വഴി, അതല്ലെങ്കിൽ ആ ശരീരത്തിന് എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേകമായ ഉന്മേഷം കൊടുക്കുന്ന ചില മർമ്മസ്ഥാനങ്ങളെ ഉത്തേജിപ്പിക്കുക വഴി എനർജിയെ ബാലൻസ് ചെയ്ത് രോഗത്തെ ഇല്ലാതാക്കുക ചെയ്യുന്നത്. ആ എനർജി ശരിപ്പെട്ടാൽ രോഗമില്ല. എനർജിയെ എന്തോ ഒരു അഭാവം എനർജിക്ക് കിട്ടും, ശരീരത്തിൻ്റെ നിശ്ചിത അവയവങ്ങളിലേക്ക് പ്രവഹിക്കാതിരിക്കുകയോ അമിതമായ ഒരു എനർജി ആ ശരീരത്തിൽ അവയവത്തിൽ വന്നുകൂടുകയോ ചെയ്യുന്നതാണ് അക്യുപഞ്ചറിൻ്റെ സിദ്ധാന്തത്തിൽ രോഗം. അപ്പം നമ്മളെന്ത് ചെയ്യണം? ശരീരത്തിലെ നാഡീ പരിശോധനയിലൂടെ ഏത് ഓർഗൻസിലാണ് കൂടുതൽ ഈ എനർജി വന്നു കിടക്കുന്നത് എന്നോ, അതല്ലെങ്കിൽ ഏതൊരു അവയവത്തിലേക്കാണ് നിശ്ചിത സമയങ്ങളിൽ എനർജി വന്നു ചേരാത്തത് എന്നോ കണ്ടെത്തുകയും ആ ഊർജത്തിൻ്റെ അഭാവത്തിൻ്റെ ഇടത്തെ മനസ്സിലാക്കിയെടുത്ത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ മർമ്മങ്ങളെ ഉത്തേജിപ്പിച്ച് ആ രോഗത്തെ പ്രതിരോധിക്കുകയാണ് അക്യുപഞ്ചറിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അക്യുപഞ്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്ന രോഗം മാറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അക്യുപഞ്ചറിസ്റ്റ് രോഗം മാറ്റുന്നില്ല, അക്യുപഞ്ചറിസ്റ്റ് എനർജി ശരിപ്പെടുത്തി അത്ഭുതകരമായി ആ രോഗം മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മരുന്നിൻ്റെ ആവശ്യമില്ല ഇതിനെന്ന് ധൈര്യമായി നമ്മൾ പറയണത്. സാർ ഇപ്പോൾ പറഞ്ഞു മരുന്നില്ലാതെയാണ് ചികിത്സിക്കുന്നതെന്ന്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതി? അത് ശരീരത്തിൻ്റെ നിശ്ചിത അവയവങ്ങളിലേക്ക് നിശ്ചിത സമയത്ത് നിലക്കാത്തൊരു പ്രവാഹം ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാണ് ചൈനീസ് അക്യുപഞ്ചറിൻ്റെ തിയറി. അതൊരു 3 മണി, രാവിലെ 3 മണി മുതൽ 5 മണി വരെ സമയത്ത് ശ്വാസകോശത്തിലേക്കാണ് ആ എനർജി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പീക്ക് എനർജി ഫ്ലോ ടൈം എന്നതിന് പറയും. ആ സമയത്ത് ആ ശ്വാസകോശത്തിലേക്ക് എനർജി വന്നില്ല എങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് അയാൾ താനെ വഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി അയാളെ രക്ഷപ്പെടുത്താൻ ഏത് മർമ്മങ്ങൾ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ തന്നെ ആ ശ്വാസകോശത്തിലേക്ക് എനർജി വരുന്ന തടസ്സമുള്ള ഭാഗം അതിൽ നിന്ന് തീർത്തും മോചിതമായി എന്ത് ചെയ്യും? എനർജി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അയാളിൽ നിന്ന് വിട്ടകന്നു പോകും. അപ്പോൾ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫുൾ കൺട്രോളിങ് ഒരൊറ്റ മർമ്മത്തിൽ തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും. അത്ഭുതം എന്ന് നമ്മൾ അതിനാണ് പറയുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്ന ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ ആണ് ശരീരത്തിൻ്റെ ഓക്സിജാവസ്ഥ ശരീരത്തിന് പരിപൂർണമായ ഉന്മേഷം നൽകുന്നത്, പരിപൂർണമായ മനുഷ്യനെ ആരോഗ്യവാനാക്കി തീർക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ തിയറി. വളരെയധികം മിറാക്കിൾ സംഭവിക്കുന്ന ഒരു അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ സ്ഥാപനം ഇവിടെ വരാൻ തന്നെ കാരണം
ഇങ്ങനെ ഒരു മിറാക്കിളസ് ആണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രേഖകൾ പോലും അതിൽ തന്നെ ആ രോഗി എഴുതി ചേർക്കുന്നുണ്ട്. എന്ത്? ഐ സിൻസിയർലി കൺവേ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫ്യൂസ് ഓഫ് ഇൻഡിപെൻഡൻസ് ടു ജനാബ് മുഹമ്മദ് അഷ്റഫ് ദാറാനി ഉസ്താദ് for his miraculous and spectacular service retained on me and my wife. Again sincerely wish him long life to serve the people like us, inshallah എന്ന് പറയണ്ടേ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ രോഗം മാറട്ടെ എന്ന്. ഒരു രോഗി തന്നെ അയാളുടെ അഡ്രസ്സ് സഹിതം ഫോൺ നമ്പർ സഹിതം ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും ഫോട്ടോ വെച്ച് നമ്മളടുത്ത് ഏൽപ്പിക്കുമ്പോൾ അവരുടെ എത്ര കൃതജ്ഞരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വന്നത് തന്നെയാണ് നമ്മളെ സർട്ടിഫിക്കറ്റ്. ഇത് ലോകർ കാണട്ടെ അറിയട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നതിലാണ് ഒരു സത്യ മനസ്സുള്ളത്. മരുന്നില്ലാത്ത ചികിത്സാ രീതിയാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ചികിത്സയ്ക്കായി എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? അക്യൂപങ്ക്ചർ എന്നുള്ള 2 പദങ്ങൾ, അക്യൂ എന്നുള്ളത് അക്കസ് എന്ന പദത്തിൻ്റെയും പങ്ക്ചുറ എന്നുള്ള മറ്റൊരു പദവും കൂടി ലോപിച്ചുണ്ടാകുക, ഇത് ലാറ്റിൻ പദ. ഈ 2 പദങ്ങളുടെ സമന്വയ രൂപമാണ് അക്യൂപങ്ക്ചർ. അപ്പോൾ സൂചി തറക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അക്കസ് പറഞ്ഞാൽ സൂചി അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പണ്ട് കാലത്ത് ഇതിന് സൂചി ഇല്ലായിരുന്നല്ലോ. അപ്പോൾ സൂചിയുടെ സ്ഥാനത്ത് മൂർച്ചയുള്ള എന്തും, അതിൻ്റെ സ്ഥാനത്ത് മൂർച്ചയുള്ള കല്ലുകൾ അല്ലെങ്കിൽ മുള്ളുകൾ അല്ലെങ്കിൽ എല്ലുകൾ, പല്ലുകൾ, ഇങ്ങനെയുള്ള എന്തൊക്കെയോ ഉപയോഗിച്ചായിരുന്നു ആദ്യകാലത്ത്. ഇത് 5000-8000 വർഷം വരെ ഇതിന് പഴക്കം പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നെങ്കിലും പിന്നീട് ശാസ്ത്രം പുരോഗതിക്കുക വഴി എന്ത് ചെയ്തു? സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ, അതുപോലെ സ്വർണത്തിൻ്റെയും ചെമ്പിൻ്റെയും സൂചികൾ എല്ലാം ഇതിൽ നിർമ്മാണ രീതികളിൽ വന്നു. ഇപ്പോൾ അതാണ് സ്റ്റെയിൻലെസ് സൂചികളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ശരീരത്തിന് ശരിക്കും അണുവിമുക്തമാക്കി ആ ശരീരത്തിൽ ചില മർമ്മ പോയിന്റുകളിലേക്ക് സൂചിയെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇത് രക്തമായിട്ടോ അതല്ലെങ്കിൽ ഞരമ്പായിട്ടോ ഒരു ബന്ധമില്ല. ശരിക്കും ന്യൂറോളജിക്കലായിട്ട് കൂടുതൽ പഠനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഒരു അക്യൂപഞ്ചറിസ്റ്റ് യഥാർത്ഥത്തിൽ ഒരു സൂചി എടുത്തൊരു രോഗിയിൽ തറക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം എവിടെയാണെന്ന് നമ്മുടെ ശരീരത്തിൽ ഇതില്ലാത്തത്, ഞരമ്പ് പോവാത്ത സ്ഥലങ്ങൾ. എന്നാൽ ഒരു അക്യൂപഞ്ചറിസ്റ്റിൻ്റെ വൈഭവം കാരണമാണ് ആ ഞരമ്പിൽ പോലും തൊടാതെ ആ മർമ്മത്തിൽ കുത്തുകൊടുക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കുടൽ സംബന്ധമായൊരു രോഗമുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ കയ്യിൻ്റെ ഈ പ്രദേശത്ത് LI4 ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന ഒരു മെറിഡിയൻസിലെ 4ാമത്തെ മർമ്മത്തിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചികിത്സിക്കുന്നത്. അതുപോലെ ആമാശയത്തിൻ്റെ രോഗമുള്ള രോഗിക്ക് നമ്മൾ ST36 എന്നുള്ള കാലിൻ്റെ അടിഭാഗത്ത് കിടക്കുന്ന മർമ്മത്തിലായിരിക്കും ചികിത്സിക്കുന്നത്. പ്രഷർ കൂടുതലുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ K3 എന്നൊരു മർമ്മം, പ്രഷർ കൂടിയും കുറഞ്ഞു ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ SP6 എന്നൊരു മർമ്മം. ഇങ്ങനെ പല മർമ്മങ്ങളാണ് ഒരേ രോഗത്തിന് തന്നെ വരുന്നത്. അക്യൂപഞ്ചർ ചികിത്സാ രീതിയെക്കുറിച്ച് ഏകദേശം മനസ്സിലായി. എന്താണ് ഈ ഹിജാമ ചികിത്സാ രീതി? ഹിജാമ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ പ്രാചീന ഗ്രീക്ക് ചികിത്സയിലൊക്കെ വളരെ പ്രചാരം നേടിയ ഒരു ചികിത്സയാണ്. യുനാനിയിലൊക്കെ ഇന്ന് വളരെ പെട്ടെന്ന് യുനാനി ചികിത്സാ തത്വങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അസൂയാവഹമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹിജാമ ജനകീയമാക്കാൻ ജനങ്ങൾ തന്നെ തയ്യാറായിരിക്കാം. ഒരു വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഹിജാമ ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹം ഒരു വലിയൊരു പുണ്യമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഹിജാമ ചെയ്യുമ്പോൾ, ഹിജാമ എന്ന് പറഞ്ഞാൽ ഹജ്മ് എന്നാൽ വലിച്ചെടുക്കുക എന്നൊരു പദത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഹിജാമ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ കൊമ്പ് വെക്കൽ ചികിത്സ എന്ന് പറയും. സാധാരണ ഒരു മൃഗത്തിൻ്റെ കൊമ്പ്, ആട്ടിൻ്റെയോ പോത്തിൻ്റെയോ കൊമ്പ് എടുത്തിട്ട് അതിൻ്റെ ആ വീതിയേറിയ വ്യാസമേറിയ ഭാഗം ശരീരത്തിൽ വെച്ച് തലഭാഗം മുറിച്ച് കളഞ്ഞ് അതിലൂടെ സ്വന്തം ശരീരം കൊണ്ട് വലിച്ചെടുത്ത് അതിൽ നിന്ന് രക്തത്തെ, ശരീരത്തിൽ നിന്ന് അശുദ്ധ രക്തത്തെ വലിച്ചെടുക്കുന്ന ചികിത്സയാണ് കൊമ്പ് വെക്കൽ ചികിത്സ. ഇന്നിപ്പോൾ പുതിയ യുഗം വന്നപ്പോൾ അതിനൊക്കെ മെഷീനുകൾ രംഗപ്രവേശം ചെയ്തു. അപ്പോൾ കപ്പിംഗ്, വാക്വം ഉപയോഗിച്ച് കപ്പിംഗ് തെറാപ്പി, കപ്പ് വെച്ചിട്ട് വലിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പം അമേരിക്കൻ നോബൽ സമ്മാന ജേതാവായ ലിനസ് പോളിൻ്റെ തത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു രോഗവും നിർണയിക്കപ്പെടുന്നത് രക്തം നോക്കിയിട്ടാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം രക്തദൂഷ്യമാണ് എല്ലാ രോഗത്തിൻ്റെയും കാരണമെന്ന്. അപ്പോൾ രക്തം ദൂഷ്യപ്പെടണമെങ്കിൽ കുടൽ ദൂഷ്യപ്പെടണം. അതിനാണ് പ്രവാചകൻ്റെ യഥാർത്ഥ ചികിത്സ നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നത്. പ്രവാചകൻ പറഞ്ഞത് കുടൽ നന്നായാൽ ഉടൽ നന്നായി എന്നാ. അൽ ബത്തുനു ബൈത്തുദ്ദാ, രോഗങ്ങളുടെ വീടാണ് പള്ള എന്ന്. അപ്പം അങ്ങനെയും മുഹമ്മദ് നബി ഈസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ആൾസോ ദ ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദ വേൾഡ് എന്നാണ് ശാസ്ത്രം പറയേണ്ടി വന്നത്. അതായത് മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു അത്യുന്നതനായൊരു ഡോക്ടർ കൂടിയാണ്. അപ്പം നബീൻ്റെ ഈ ചികിത്സാ സത്യങ്ങളൊക്കെ അങ്ങനെയാണ് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
സാർ, ഈ ഹിജാമ ചികിത്സ മറ്റു മതസ്ഥർക്കും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. കാരണം ഫിസിയോളജിക്കലായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഹൃദയമുള്ളത് അതുപോലെ തന്നെയാണ് മുസ്ലിമിനും ഇരിക്കുന്നത്, മറ്റു മതസ്ഥർക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഡീ പരിശോധനയിലാണ് നമ്മുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും ഒരുപോലെ കാഴ്ചവെക്കാവുന്ന, പങ്കുവെക്കാവുന്ന, പരിപൂർണമായും ഹെൽത്തി ലൈഫിലേക്ക് തിരിച്ചു വരാവുന്ന ഒരു ചികിത്സ തന്നെയാണ് ഹിജാമ ചികിത്സ. മതകീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൊരു വ്യത്യാസമില്ല. എൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് ചോദിക്കുന്നു, ഇങ്ങനെ മാത്രമേ ഉള്ളൂ അതിൽ വ്യത്യാസം. ഇവിടുത്തെ ചികിത്സ നേടി രോഗവിമുക്തരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്തൊക്കെയാണ്? ഇവിടെ ഞങ്ങളുടെ അനുഭവത്തിൽ ഏതെങ്കിലും ഒരു വന്ന രോഗികൾ പിന്നീടാണ് തിരിച്ചു പോയി, അവരെ പിന്നീട് കാണാത്തൊരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെയും അവർ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? അവർ പല രോഗികളെയുമായി സ്ഥാപനത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, അവരുടെ രോഗം പറയാനല്ലെങ്കിലും. അങ്ങനെയുള്ള നല്ലൊരു കുടുംബ ബന്ധങ്ങളായിട്ട് അത് മാറുക മാത്രമാണ് ഉണ്ടായത്. ഇതാണ് ഞങ്ങളുടെ അനുഭവം. വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവരൊക്കെ എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അതുപോലെ പുകവലി മദ്യപാന വിമുക്ത ചികിത്സയും കൂടി ഞങ്ങളിവിടെ നടത്തി വരുന്നുണ്ട്. ഇഷ്ടംപോലെ രോഗികൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആയ ആളുകൾ ഇത് നമ്മളെ ചുറ്റുമുണ്ടല്ലോ, അവരോടൊക്കെ തന്നെ ചോദിക്കാം. നമ്മൾ പറയുന്നതിലും നല്ലത് അവർ തന്നെ പറയുന്നതായിരിക്കുമല്ലോ. റിലാക്സ് അക്യുപഞ്ചറിൽ വന്ന് ചികിത്സ നേടി രോഗവിമുക്തരായിട്ടുള്ള ഒരു ഫാമിലി നമ്മളോടൊപ്പമുണ്ട്. അവർക്ക് ഇവിടുത്തെ ചികിത്സാ രീതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം മാഡം, എന്തായിരുന്നു നിങ്ങളുടെ രോഗം? എൻ്റെ രോഗം കാൽമുട്ട് വേദന, നടുവേദനയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ചികിത്സിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് എനിക്കിപ്പോൾ ഹിജാമ ഇത് ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിച്ചിട്ടിരിക്കുന്നു. വൈഫ് ഇത് ഒരുപാട് കാലങ്ങളായി ഈ വേദന ഉണ്ടെങ്കിൽ ഓളെ കൊണ്ടെങ്കിൽ വന്ന് ഞാൻ ഇങ്ങോട്ട് എൻ്റെ കാലിന് ഒരു കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഒരു സൂചി വെച്ച് ഇദ്ദേഹം മാറ്റി തന്നു. ചികിത്സ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, എൻ്റെ കാലിന് സുഖമുണ്ട്. വലത്തെ കാലിന് മുട്ടിന് പരിപൂർണ്ണ സുഖമായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിന് ശേഷം എനിക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമായിരുന്നു, പിന്നെ കഴുത്ത് വേദന, ഊരവേദന. ഞാൻ ഒരുപാട് ചികിത്സ മുന്നേ വേറെ ചികിത്സ ചെയ്തിരുന്നു, പിന്നെ ഭേദമല്ലായിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ നല്ല ആശ്വാസം. റിലാക്സ് അക്യുപഞ്ചർ ആൻഡ് ഹിജാമ സെൻറ്റർ ഏത് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രതീക്ഷിതമായി ഉണ്ടായി തീർന്നൊരു മാനേജ്മെൻറ്റാണ്. കാരണം ഈ സ്ഥാപനം ഇവിടെ വരാൻ കാരണക്കാരനായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിലൂടെ ഉണ്ടായ ആയിരക്കണക്കിന് ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടു ആസ്വദിച്ചും ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കീഴ്ശ്ശേരിക്കടുത്ത താവനൂർ സ്വദേശിയായ ഉമ്മർ ഹാജി തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ എല്ലാം മൂപ്പര് തന്നെയാണ്. എൻ്റെ MD എന്ന നിലയിൽ ഞങ്ങൾ പരിചയപ്പെടുത്താറുണ്ടെന്ന് മാത്രം. മൂപ്പരുടെ ഭാര്യയ്ക്ക് ഡോക്ടർമാർ വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അതുമായിട്ട് എന്നോട് പറഞ്ഞ് സമീപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ അസുഖമാണ് മാറട്ടെ, എന്നിട്ട് നിങ്ങളെ ഭാര്യനായിട്ട് ഈ അനുഭവം വെച്ച് കൊണ്ടുവരും. സംശയത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ സമീപിക്കണ്ട, ഇനി ഇതും കൂടി ഒന്ന് നോക്കട്ടെ, അവിടെ ഏതായാലും പോയി കുറച്ച് പൈസ കളഞ്ഞു, ഈ ഒരു തിയറി എൻ്റെ അടുത്ത് വേണ്ട, ഉറപ്പാണ് നിങ്ങളത് രോഗം മാറ്റാൻ ദൈവത്തിന് കഴിയും, എൻ്റെ മുമ്പിൽ നിങ്ങൾ വരും. അങ്ങനെ ഫസ്റ്റ് രോഗിയായിട്ട് നമ്മളിവിടെ അവരുടെ ഭാര്യനെ കൊണ്ടുവന്നു. അന്ന് തന്നെ രോഗം മാറി. ഇന്നേ വരെ പിന്നെ അങ്ങനെ അനുഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അവരുടെ സത്യാവസ്ഥ. ഇനി സാറിൻ്റെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഉമ്മ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, 4 അനുജന്മാരുണ്ട്, 2 ജ്യേഷ്ഠന്മാരുണ്ട്, 7 ആണുങ്ങളടങ്ങുന്ന പെങ്ങന്മാരില്ലാത്ത ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മൂത്ത മകൻ ആൺകുട്ടി മുഹമ്മദ് ഷമീൽ, രണ്ടാമത്തത് ആയിഷ മർജാൻ, പെൺകുട്ടിയാണ്, 1.5 വയസ്സ്. ഭാര്യയുടെ പേര് സുമയ്യ. ഇനിയും റിലാക്സ് അക്യുപഞ്ചർ ചികിത്സ മൂലം ഒരുപാട് ആൾക്കാരുടെ രോഗം വിമുക്തമാകാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.